നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. നമുക്ക് +2 ക്രിസ്മസിൻ്റെ പരീക്ഷയ്ക്ക് ചില കുട്ടികൾ വിചാരിക്കുന്നവരൊക്കെയോ ഒരു എസ് എ ക്വസ്റ്റ്യൻ, ആദ്യം ചിലർ ക്വസ്റ്റ്യൻ അങ്ങോട്ട് എടുക്കുന്നത് തന്നെ എസ് എ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ. പണ്ട് പോലെ ഞാനൊക്കെ ഇങ്ങനെയാണ്, അത് എസ് എ ക്വസ്റ്റ്യൻ ഒരു 3 എണ്ണം അത് ഓക്കെയാണെങ്കിൽ പിന്നെ എല്ലാം ഓക്കെയാണ്. അന്നേരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പോകേണ്ട എസ് എ ക്വസ്റ്റ്യൻസ് ഒരു 5 ക്വസ്റ്റ്യൻസ് മാഷ് പറയാം, ശ്രദ്ധിച്ച് കേട്ടോ. ആദ്യത്തെ റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിനകത്തെയാണ് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ സ്മോൾ ആംഗിൾഡ് പ്രിസം അടങ്ങ് പഠിച്ചോണം കേട്ടോ. റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം, ആ പാഠത്തിനകത്ത് തന്നെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല. രണ്ടാമത്തെ റേ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററുണ്ട്. റേ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ എ സി എന്ന് പറഞ്ഞ ചാപ്റ്ററുണ്ട്. എ സി എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് LCR സർക്യൂട്ട്, അതിനകത്ത് പവർ ഫാക്ടറും ഇമ്പിഡൻസും ചോദിക്കാം. ഈ പറഞ്ഞ പോലെ 5 മാർക്ക് ക്വസ്റ്റ്യൻ്റെ സബ് ഡിവിഷനായിട്ട് ചോദിക്കാം. AC ജനറേറ്റർ വർക്കിംഗ് പ്രിൻസിപ്പിൾ, വീൻസ്റ്റൺസ് ബ്രിഡ്ജ്, ഇത് 4 മാർക്കിന് ചോദിക്കാം, 5 മാർക്കിന് ചോദിക്കാം. അന്നേരം ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരെണ്ണോട് അഡീഷണൽ ആയിട്ട് ഒരെണ്ണം എക്സ്ട്രാ മാർക്സ് വരുന്നത് സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും. റേ ഒപ്റ്റിക്സിനകത്തെ പടം വരച്ച് അതിൻ്റെ ആംഗുലർ മാഗ്നിഫിക്കേഷൻ എല്ലാം എഴുതുക. ഇത്ര എസ്ഐസ് നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ ഇതിൽ നിന്ന് അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട എസ്ഐസ് കിട്ടും എന്ന് തന്നെയാണ് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. നന്നായിട്ട് പഠിക്കാൻ, നല്ല മാർക്ക് കിട്ടട്ടെ. നെവർ എവർ ഗിവ് അപ്പ്.